ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടി കാണിക്കാമെന്ന്. ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു സൂറത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആവശ്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഹോട്ടൽ റൂമിലാണ് കേട്ടോ ഉള്ളത്. ഇനി നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങാൻ വിചാരിച്ചു. ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 4 ദിവസമൊക്കെ ആയി ഞങ്ങൾ സൂറത്തിൽ വന്നിട്ട്. പക്ഷേ അങ്ങനെ പുറത്ത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഹോട്ടലിന് അടുത്ത് തന്നെയുള്ള സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്നുള്ളത് നോക്കാൻ വിചാരിച്ചു. ഈവനിങ് ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി. രാവിലെ കംപ്ലീറ്റ്ലി ഞങ്ങൾ, അതായത് പകൽ സമയം കംപ്ലീറ്റ്ലി റൂമിൽ തന്നെ ഇരുന്നു. ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഈവനിങ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വെയിലൊക്കെ ഇല്ലേ എന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ റൂമിൽ തന്നെ ഇരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഇത് നല്ല വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് എയർപോർട്ടിൻ്റെ അടുത്താണ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ പുറത്തൊക്കെ നല്ല ഭംഗിയുണ്ട്. ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടെന്ന് അർജുൻ ഇന്നലെ പുറത്ത് വാട്ടർ ബോട്ടിൽ മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ജസ്റ്റ് പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് രാത്രി ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ IT പാർക്കൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര റഷുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. ഈവനിങ് കഴിഞ്ഞാൽ ഭയങ്കര റഷാണ്. ഈ കാണുന്നതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് കേട്ടോ. അതായത് നമ്മളെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ്. അവിടെ പോയിട്ട് ഞങ്ങൾ രാത്രി കിടക്കി കഴിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഏകദേശം 3 ദിവസമാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഞങ്ങൾ ഒരു നേരമൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഓരോ ഓക്കെ ഫുഡാണ്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ട്രീറ്റാണ്. ഒരുപാട് ഫുഡ് സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉച്ച ടൈമിലൊന്നും ഒരുപാട് റഷ് ഉണ്ടാവാറില്ല. ഈവനിങ് ആയാൽ ഭയങ്കര റഷാണ് കേട്ടോ. കാരണം IT പാർക്കിലുള്ള ആളുകളൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ വരുന്നത് ഈ ഒരു സ്ട്രീറ്റിലേക്കാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എടുത്ത ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ ഈ എഗിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേ. ഞങ്ങൾ പോയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ചു അത്ര നല്ല ഫുഡ് ആയിരുന്നില്ല. പക്ഷേ ഫുഡ് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡായിരുന്നു. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. എഗ്ഗിൻ്റെ വെറൈറ്റീസാണ് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ എടുക്കുമ്പോൾ ഞാൻ ആക്ച്വലി വോയിസ് ഓവർ കൊടുക്കേണ്ട, ഞാൻ സംസാരിച്ചു കൊണ്ട് വീഡിയോ എടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ആ ക്ലിപ്പ്, അതായത് ആ വോയിസ് കംപ്ലീറ്റ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാൻ ആ വോയിസ് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. എന്നിട്ട് ഞാൻ വെച്ചു ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ അടുത്ത് തന്നെയുള്ളൊരു മാളാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നു. ആക്ച്വലി ഞങ്ങൾ മുന്നേ ഈ മാളിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പഴയ പോലെ തോന്നിയതുകൊണ്ടാണ് ഞങ്ങളിവിടെ റൂം ബുക്ക് ചെയ്യാണ്ടിരുന്നത്. ഇതിപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ളൊരു മാളാണെന്നാണ് ഞങ്ങൾ കേട്ടത്. എനിക്ക് ഈ ഒരു സ്ഥലത്തിനെ പറ്റി ഒരുപാട് അറിയാത്തതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ട് പരിചയം അതേപോലെ നമ്മൾ കണ്ട് പരിചയം ഒക്കെ വെച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസിൽ എവിടെയെങ്കിലും പോയിട്ട് എടുക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളൊരു ഫോൺ കവർ മേടിക്കാൻ വിചാരിച്ചു. അത് ഞങ്ങൾ പ്ലാനിലില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഒരു ഫോൺ കവറിൻ്റെ കട കണ്ടപ്പം ഞങ്ങൾക്ക് 2 പേർക്കും, എനിക്കും അർജുനും ഫോണിന് ഒരു കവർ വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് കവേഴ്സൊക്കെ, എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് കവേഴ്സൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ഒരു സിൽവർ കളറിലുള്ളതാണ് എടുത്തത്. ഈ ബ്ലാക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെടുത്തില്ല. നമുക്ക് കുറച്ച് വേറെ ഏതെങ്കിലും കളർ എടുക്കാം. ബ്ലാക്ക് ഞാൻ സ്ഥിരം എടുക്കുന്ന ഫോൺ, അതായത് നമ്മൾ ഫോണിൻ്റെ കേസ് എപ്പോഴും മാറ്റുമ്പോൾ ബ്ലാക്കിലേക്കാണ് ആദ്യം പോകാറുള്ളത്. ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെ ഒരു സിൽവർ കേസ് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. എനിക്ക് ഫോണിന് ഭയങ്കര ഫാൻസി ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഫോൺ കവേഴ്സൊക്കെ ഇടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം. പക്ഷേ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് മേടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 700 rupees-ആയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫോണിൻ്റെ കവർ മേടിക്കുന്നത് കേട്ടോ. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിൻ്റെ കവറൊക്കെ മാറ്റുന്നതാണ്. അത്ര ലോങ് യൂസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നത് വെറുതായിട്ട് തോന്നാറില്ല പലപ്പോഴും. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നമ്മൾ ഫോൺ കവറൊക്കെ മേടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈ മാൾ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ മാൾ ഇപ്പം തുറന്നിട്ടുള്ള മാളാണ് കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ തോന്നുന്നു. കാരണം ഇവിടെ ഒരുപാട് ഷോപ്സൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കാം. എന്ന് വെച്ചാൽ അതൊക്കെ റെൻറ്റിന് വിടാനുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് കറങ്ങിയിട്ട് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോകാമെന്നാണ്. പിന്നെ ഞങ്ങളിവിടെ കുറേ കടകൾ കണ്ടപ്പം ഇവിടുന്ന് ഷോളിൻ്റെ റേറ്റ് എത്ര നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഈ അജ്രക് ടൈപ്പിലൊക്കെ ഷോൾസ് ഉണ്ടല്ലോ, അതിൻ്റെ റേറ്റ് എന്താ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു ഷോളിന് 1500 രൂപയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് ഒട്ടും വർത്തായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ദുബായിൽ തന്നെ ആ പ്രൈസിന് അജ്രക്കിന് ഷോൾ കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ ഇത് മേടിച്ചു.
മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു. ഇവിടുത്തെ പാനിപ്പൂരി ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ പാനിപ്പൂരി ട്രൈ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി നാട്ടിൽ കഴിച്ച പാനിപ്പൂരിയാണ് കുറച്ചും കൂടി ഇഷ്ടത്ത്. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കത്തെ പാനിപ്പൂരിയും ടേസ്റ്റ് മേ ബി ഇതായിരിക്കാം. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ സാധാരണ കഴിക്കുന്നത് ഒരു ഇത്ര സ്പൈസി ആയിട്ടുള്ളതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയൊന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ 2-3 കടകളിലൊക്കെ കയറി ഈ ഷോളിൻ്റെയൊക്കെ റേറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര റേറ്റാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു ടൗൺ ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിന് ഇത്ര റേറ്റ്. വീണ്ടും ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു പാനിപ്പൂരി ഷോപ്പും കൂടി കണ്ടപ്പം അവിടെ നിന്നും കൂടി പാനിപ്പൂരി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അർജുന് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ പാനിപ്പൂരി. സ്പൈസി ആയതുകൊണ്ട് തന്നെ അർജുന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു റൂമിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. രാത്രി ഈ നേരത്തെ ഫുഡ് കഴിക്കുന്ന ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് രാത്രി വിശക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് വെക്കാറുണ്ട് എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അയറും ഇടയ്ക്ക് കൊടുക്കും, ഞങ്ങൾ ആപ്പിൾ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്നു വരുമ്പോഴാണ് ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് കണ്ടത്. അപ്പോൾ അവിടെ കയറിയിട്ട് നമുക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. പക്ഷെ ഇത് പ്രോപ്പറായിട്ടുള്ള തമിഴ് റെസ്റ്റോറൻറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റ് ആക്ച്വലി ഈവനിങ് ടൈമിൽ മാത്രമാണ് കേട്ടോ തുറക്കുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ സീറ്റിംഗ് ഇല്ല, പുറത്ത് മാത്രമേ സീറ്റിംഗ് ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു മോർണിംഗ് നമുക്ക് ഇവിടെ വന്ന് കഴിക്കാം എന്നൊക്കെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ ഇവിടെ നമുക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് അറിഞ്ഞത് ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ ഈവനിങ് ടൈമിൽ മാത്രം ഓപ്പൺ ആവുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടോ. നാളെ എന്തായാലും നമ്മൾ റെസ്റ്റോറൻറ്റ്, അതായത് നമ്മൾ ഹോട്ടലിലുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെയായിരിക്കും കഴിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം. വേഗം പോയി താഴത്ത് നിന്ന് കഴിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കാമല്ലോ താഴെ. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലിലേക്ക് പുറത്തുനിന്നുള്ള ഫുഡൊന്നും അങ്ങനെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മളിതാ പുറത്ത് പോയി തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ റൂമിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അർജുന് സാധനങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ ഞാനും അമ്മയും ആയിരം കൂടി ഇങ്ങോട്ട് വന്നു. ആയിരം നന്നായിട്ട് ഇങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് വന്നു. അർജു പാനിപ്പൂരിയും എന്തോ അവിടെ ഈ ഗോളി സോഡ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അതും മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അർജുന ഒന്ന് ഹെയർ കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവിടെ ഒരു ബാർബർ ഷോപ്പ് ഞങ്ങൾ കണ്ടു. ഒരു സലൂൺ പോലെ നല്ല രസമുള്ള ഒരു സലൂൺ കണ്ടു കേട്ടോ. ഇനി അവിടെ പോയി കട്ട് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല, ചിലപ്പോൾ കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അർജുനത്തൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും വരിക. ഞങ്ങൾ എന്തായാലും റോഡിലെത്തി. നല്ല ചൂടാണ് കേട്ടോ. പുറത്ത് ഭയങ്കര തിരക്കാം, ഭയങ്കര റഷുള്ള റോഡാകുമ്പം ഇത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പേടി. ഇവിടെ ആണെങ്കിൽ കേട്ട് പരിചയമാണ്, അറിയില്ല സത്യമാണെന്നുള്ളത്. കുറേ ഈ റോബറീസും പറ്റിക്കുന്ന പരിപാടികളൊക്കെ കുറേ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ചെറിയൊരു പേടി ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മളതിനുള്ള ബാഗൊക്കെ ഒന്ന് തട്ടിപ്പറിക്കുന്നത് ചെറിയ പേടി. എന്താ അറിയില്ല, വേറൊരു പുതിയ സ്ഥലമാണല്ലോ, അപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാത്രി ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം അമ്മേൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് 12 o'clock ആകുമ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് കേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മ അറിയും. അപ്പം കൊണ്ടുവന്ന സമയത്ത് തന്നെ അമ്മേൻ്റെ കയ്യിലേക്ക് കേക്ക് ഏൽപ്പിച്ചു. എന്നിട്ട് വിചാരിച്ചു നമ്മൾ 12 മണിയാകുമ്പോൾ കറക്റ്റ് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.